ഉമേഷ്, എന്തായാലും പാഞ്ചാലിമേട്ടിലും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. പോലീസും അതുപോലെ തന്നെ റവന്യൂ വകുപ്പും അവരുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ സുരക്ഷിതമായിട്ട് ഭക്തർക്ക് ദർശനം നടത്താനുള്ള, ഈ മകരജ്യോതി കാണാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഈ കാണുന്ന കുന്നിന് മുകളിലേക്കാണ് അയ്യപ്പ ഭക്തർ സാധാരണ വരാറുള്ളത്. അവിടെ ബാരിക്കേഡുകൾ, താൽക്കാലിക ബാരിക്കേഡുകൾ ഒരുക്കി സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. തന്നെ റവന്യൂ വകുപ്പും പോലീസും മറ്റ് ആരോഗ്യ വകുപ്പ് അവരുടെ ചികിത്സ സംബന്ധമായിട്ടുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെയും ഇന്ന് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഈ പുല്ലുമേട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭക്തർ കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണ് ഈ പാഞ്ചാലിമേട്. ഇതിനുള്ളൊരു കാരണം ഈ മകരജ്യോതി മുകളിൽ നിന്നും കുറച്ചും കൂടി ഉയരത്തിൽ നിന്നും കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മൂടൽമഞ്ഞുണ്ട്, അതൊരു ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സൗകര്യങ്ങളെല്ലാം തന്നെ ഏകദേശം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതലും കേരളത്തിലുള്ള ആളുകൾ തന്നെയാണ്, അയ്യപ്പ ഭക്തർ തന്നെയാണ് ഈ പ്രദേശങ്ങളിലേക്ക് സാധാരണ വരാറുള്ളത്. ഇത്തവണയും കൂടുതൽ അയ്യപ്പ ഭക്തർ ഇവിടേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇതിനു വേണ്ട ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അയ്യപ്പ ഭക്തർ ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് ഇവിടെ വന്ന് നേരത്തെ തന്നെ തമ്പടിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ചു നേരം കൂടി കഴിയുമ്പോൾ, ഏകദേശം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കൂടുതൽ അയ്യപ്പ ഭക്തർ ഈ പ്രദേശത്തേക്ക് എത്തും. ഇവിടെ നിന്ന് ദർശനം സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് അയ്യപ്പ ഭക്തർ ഇവിടേക്ക് എത്തുന്നത്. ശരി, ടോബി ജോൺസൺ ആണ് പാഞ്ചാലി മേട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.